ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 വാക്യത്തിൽ കൂടിയാണ്. കേൾക്കണ്ടേ കർത്താവിൻ്റെ മക്കൾക്ക്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എത്ര വലിയ വാഗ്ദാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്! എത്ര ശക്തമായ വാഗ്ദാനം! എത്ര വലിയ സംരക്ഷണം! ഇതിലും വലിയൊരു സംരക്ഷണം വേറെ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമോ? ഇതിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് വേണ്ടി എന്ത് യുദ്ധമാണ്, അല്ലെങ്കിൽ എന്തിനോടാണ് കർത്താവ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നമുക്കൊന്നും അറിവില്ല. നമ്മുടെ മുന്നിൽ എന്തൊക്കെ വരുമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, അതായത് നമ്മുടെ ശക്തി കൊണ്ട് പരിഹരിക്കാനാകാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിനെ ആശ്രയിക്കണം. ഭയവും പരിഭ്രാന്തിയും വിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ശാന്തരായിരിക്കണം. ദൈവം തൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വഴി തുറക്കുകയും ചെയ്യും. പിന്നെ പറയുന്നത്, നിങ്ങൾ ശാന്തരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നല്ല, മറിച്ച് പരാതിപ്പെടലും ഭയവും അവിശ്വാസവും വിട്ട് ദൈവത്തിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുക എന്നതാണ്. ഈ വചനം ജീവിതത്തിലെ പ്രയാസങ്ങൾ, അനീതികൾ, ഭയങ്ങൾ അല്ലെങ്കിൽ പരിഹാരമില്ലെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ വലിയ ആശ്വാസം നൽകുന്ന വചനമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുന്നു. കർത്താവ് ഇത്രയും മാലാഖമാരെ നമുക്ക് ചുറ്റും തന്നിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ സംരക്ഷണത്തിനായിട്ടാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കാവൽ മാലാഖയിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശുദ്ധ തോമാസ് ലീഹായെ നോക്കുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഈശോയെ കാണുവാൻ ആഗ്രഹിച്ചു. കർത്താവ് വന്നില്ലേ തോമാസ് ലീഹായുടെ മുന്നിൽ? ഈശോയെ കാണാതായപ്പോൾ മറിയം മഗ്ദലേന ഹൃദയം തുറന്നു കരഞ്ഞു. ഈശോ വന്നില്ലേ ആ കരച്ചിലിന് മുന്നിൽ? നമ്മൾ വിശ്വസിക്കുന്ന ത്രിയേക ദൈവം അങ്ങനെയാണ്. നമ്മുടെ ഏത് പ്രോബ്ലത്തിന് മുന്നിലും നമ്മൾ ഹൃദയം തുറന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്തും. നമ്മുടെ മുഖമൊന്ന് വാടിയാൽ ദൈവം അവിടെ ഓടിയെത്തും. ഗലാത്യർ 3:14 നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപരിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ്. ആകയാൽ വിശ്വാസമുള്ളവർ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമുക്ക് വേണ്ടി തീർച്ചയായും യുദ്ധം ചെയ്യും. ആ വിശ്വാസത്തിൽ വേണം നമ്മൾ രാവിലെ കണ്ണു തുറന്നുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം ആപത്തുകളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും വരുന്നുണ്ടോ, കാരണം നമുക്കതൊന്നും അറിയാൻ സാധിക്കില്ല. ദൈവം അതെല്ലാം കണ്ട് അതിനോട് യുദ്ധം ചെയ്തുകൊള്ളും. ആ അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്തുകൊള്ളും. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി. നമുക്ക് അവസാനമായി ഒരു പ്രാർത്ഥന ചൊല്ലാം. 17 സങ്കീർത്തനം 7 തുടങ്ങി 9 വരെയുള്ളതാണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. തൻ്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഞങ്ങളെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.